ഹായ്. ഇന്ന് സന്ധ്യയോടെ ഞാനൊരു തിയേറ്ററിൽ ലോക സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ അച്ഛൻ്റെ മെസ്സേജാണ്. ആവശ്യം ഒരു 40,000 രൂപ അത്യാവശ്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, നാളെ രാവിലെ 7 മണിക്ക് തരാം. അപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, അച്ഛൻ അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല, മാത്രമല്ല എന്നോട് അങ്ങനെ കാശ് ചോദിക്കേണ്ട ആവശ്യവും അച്ഛനില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ലോക പരിചയം ഉള്ളതുകൊണ്ട് അബദ്ധം പറ്റിയില്ല. അപ്പം നിങ്ങളോട് കാശ് ചോദിച്ചുകൊണ്ട് ഇനി പള്ളിയിലെ അച്ഛനോ പ്രിൻസിപ്പൾ അച്ഛനോ ഉസ്താദോ സ്വാമിജിയോ സ്വന്തം അച്ഛനോ ആര് ചോദിച്ചാലും 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കാശ് കൊടുക്കുക. ഈ വരുന്ന മെസ്സേജ് നമുക്ക് അങ്ങേയറ്റം പേഴ്സണലൈസ് ആയിട്ട് തോന്നും. നമുക്ക് നല്ല പരിചയമുള്ള ഫോട്ടോഗ്രാഫും ടോണും ശബ്ദവും ഒക്കെ അവരുടേതാണ്, നമുക്ക് ഉറപ്പുവരുത്തി ആയിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. ആര് നമ്മളോട് കാശ് ചോദിച്ചാലും OTP നമ്പർ ചോദിച്ചാലും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. ടെക്നോളജി വളരെ നന്നായിട്ടാണ് വികസിക്കുന്നത്. നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്നുണ്ട്, അതിനേക്കാൾ ഏറെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. യൂസ് ചെയ്യുന്നവരെക്കാൾ ഇത് ഉപയോഗിക്കുന്നത് മിസ്യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സർക്കാർ പറയുന്നത് പോലെ നമുക്ക് ഭയം വേണ്ട, പക്ഷേ ജാഗ്രത ഉറപ്പായും വേണം. അപ്പോൾ ജാഗ്രതയോടുകൂടി ഈ സന്ദേശം പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യൂ. കാശ് ചോദിച്ചുകൊണ്ട് ആര് മെസ്സേജ് അയച്ചാലും OTP ചോദിച്ചുകൊണ്ട് ആര് മെസ്സേജ് അയച്ചാലും 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. ഷെയർ ആൻഡ് കെയർ. താങ്ക് യു.